ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താ എല്ലാവരും പരിപാടി? അപ്പോൾ ഞാനിതാ ഒരു 6:30 ആയപ്പോൾ വീണ്ടും എഴുന്നേറ്റ് കേട്ടോ. അതിന് മുന്നേ ഒന്നുകൂടി എഴുന്നേറ്റ് പിന്നെയും കിടന്നു. അപ്പോൾ അതാ രാവിലെ ആയിട്ട് വേഗം റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം, ജനലൊക്കെ ഒന്ന് തുറന്നിട്ട്. റൂം വൃത്തിയാക്കുന്ന കൂടെ സോഫനയും കൂടെ നമ്മളൊന്ന് പരിഗണിക്കണമല്ലോ. അപ്പോൾ സോഫനയും ഒന്ന് വൃത്തിയാക്കി വെച്ച് കിച്ചണിലേക്ക് പോകണ മുന്നേ ഞാൻ വേഗം ഒന്ന് മുകളിൽ പോയി നോക്കി. വെറുതെ കയറി നോക്കുന്നതാണ്, എന്നാലും രാവിലെ തന്നെ മുകളിൽ പോയി നോക്കുമ്പോൾ നല്ലൊരു രസമാണ്. കാരണം ആ കിളികളെ സൗണ്ടും പിന്നെ മഴ പെയ്ത തുള്ളികളെ ആ ചെറിയ ചെറിയ തുള്ളികളും കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ രാവിലെ തന്നെ മുകളിലൊന്ന് വെറുതെ പോയി നോക്കി. അവിടെ വെറുതെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് വരും. അപ്പോൾ ഇതൊന്നും എൻ്റെ ഡെയിലി ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിച്ചണിലെത്തിയപ്പോൾ അതാ അമ്മ സവാള കരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ മെയിൻ ടാസ്ക് കഴിഞ്ഞെന്നാണ് അമ്മ പറയാം. അത് കഴിഞ്ഞിട്ടതാ രാവിലെ കറിക്കുള്ളതാക്കിയിട്ടുണ്ട്. ചിക്കൻ കറിയാണെന്ന്, പിന്നെ പുട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് കറിവേപ്പില ഒടിക്കാൻ പോയി കേട്ടോ. നമ്മൾ തന്നെ കറിവേപ്പിലയാണ്. അപ്പോൾ അത് പോയി ഒന്ന് ഒടിച്ചിട്ട് വന്ന്. അപ്പോൾ അതിൻ്റെ മുകളിൽ കണ്ടോ മഴ പെയ്തതിൻ്റെ ചെറിയ ചെറിയ നനവും കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാല് വാങ്ങിക്കുന്നുണ്ടേ നമ്മൾ. അപ്പോൾ പാലിൻ്റെ ബോട്ടിൽ അവിടെ കൊണ്ടുപോയി വെക്കണം, എന്നാലേ അവരതെടുത്തിട്ട് പാല് വെച്ചിട്ട് പോവുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും കുറേ നേരം കൊല്ലായിൽ ഇങ്ങനെ വെറുതെ ഇരുന്നു. അപ്പോൾ ഇതാ മദ്രസയിൽ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളും ചെറുതാകുമ്പോൾ മദ്രസയിൽ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും, ഇവരിങ്ങനെ പോയി കളിക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ അത് നോക്കി കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു. ദെൻ വയറ് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ചായ കുടിക്കണമല്ലോ. സോ ചായക്ക് പുട്ടും നല്ല അടിപൊളി ചിക്കൻ കറി. അപ്പോൾ ഇതാ ആവി പറക്കുന്ന പുട്ടാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നും, കാരണം നല്ല വിശപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവച്ച് നമ്മൾ എന്ത് ചെയ്യാം, ചായ കുടിക്കാൻ പോവാണ്. എനിക്ക് പുട്ടും ചിക്കൻ കറിയും കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വാരി തിന്നാൻ തോന്നുന്നുണ്ട്. ഞാൻ ബാക്കി എല്ലാവരും വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ദെൻ നമ്മൾ ചായ കുടിച്ചിട്ട് വരാം. ഞങ്ങൾ ചായ കുടി കഴിഞ്ഞിട്ടോ. ഇനി മോക്ക് എന്തെങ്കിലും ഫുഡിന് ഉണ്ടാക്കണം. അപ്പം ആൾ പുട്ടൊന്നും കഴിക്കില്ല, കാരണം 1 year ആയിട്ടില്ല ആൾക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നവര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന്. അപ്പോൾ നവര ആദ്യം തന്നെ കുറച്ച് നേരം ഒന്ന് പുതിർത്തി വെക്കണം വെള്ളത്തിൽ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം പുതിർത്തി കഴുകി എടുത്തു. ആൻഡ് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതാകുമ്പോൾ പെട്ടെന്ന് കുക്കായിക്കോളും. അങ്ങനെ ഞാൻ നന്നായിട്ട് കഴുകുകയാണ്. കാരണം ഇത് കുറച്ച് നേരം നമ്മൾ പുതിർത്തി വെക്കുമ്പോൾ തന്നെ ഈ വെള്ളത്തിന് കളറിലൊരു വ്യത്യാസം വരും, കാരണം അതിലുള്ള ചെളിയും കാര്യങ്ങളും പുറത്തേക്ക് വരും. ദെൻ ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച് സാധാ കുക്ക് ചെയ്യുന്ന പോലെ, അതായത് കുറുക്കുണ്ടാക്കുന്ന പോലെ അങ്ങ് കുറുക്കുണ്ടാക്കിയാൽ മതി. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ചിലർ മധുരത്തിൽ ഉണ്ടാക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ ഇവൾക്ക് അധികം ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. അല്ലെങ്കിൽ പിന്നെ ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇത് ഫ്ലെയിം കുറച്ച് ഓണിലാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടി വരും. ഫുൾ ടൈം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും, പക്ഷേ പെട്ടെന്ന് കുക്കാവും കേട്ടോ. അങ്ങനെ ഇളക്കി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കൺസിസ്റ്റൻസി ഇപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഷോർട്ട് മോർണിംഗ് ഇൻ അവർ ലൈഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.